നമസ്കാരം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2.87 ലക്ഷം കോടി രൂപ സർപ്ലസ് ഫണ്ട് ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് കൈമാറിയ വാർത്ത നാം കണ്ടതാണ്. എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സർപ്ലസ് ഫണ്ട്? എന്തിനു വേണ്ടിയാണ് ഈ ഫണ്ട് കേന്ദ്ര സർക്കാരിന് നൽകുന്നത്? റിസർവ് ബാങ്കിന് എവിടെ നിന്നൊക്കെയാണ് വരുമാനങ്ങൾ ലഭിക്കുന്നത്? റിസർവ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സർപ്ലസ് ഫണ്ട് ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാജ്യത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇത് രാജ്യത്തെ ഓരോ പൗരനും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമുക്ക് ഈ വീഡിയോയിൽ ഈ വിഷയം ചർച്ച ചെയ്യാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. റിസർവ് ബാങ്കിന് ഒരു വർഷം ലഭിക്കുന്ന ആകെ ലാഭത്തിൽ നിന്നും ചെലവുകൾക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റി റിസർവിനും വേണ്ടിയുള്ള എമൗണ്ട് മാറ്റിവെച്ചിട്ട് വരുന്ന പണമാണ് റിസർവ് ബാങ്കിന്റെ സർപ്ലസ് ഫണ്ട്. ഈ ഫണ്ടാണ് റിസർവ് ബാങ്ക് എല്ലാ വർഷവും കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. ആകെ ലഭിക്കുന്ന ലാഭത്തിൽ നിന്ന് 28% സെക്യൂരിറ്റി റിസർവ് അല്ലെങ്കിൽ ചെലവ് എന്ന ഇനത്തിൽ റിസർവ് ബാങ്ക് മാറ്റിവെക്കുന്നത്. ബാക്കിയുള്ള തുകയാണ് കേന്ദ്ര സർക്കാരിന് കൈമാറുന്നത്. റിസർവ് ബാങ്കിന് എവിടെ നിന്നൊക്കെയാണ് വരുമാനം ലഭിക്കുന്നത് എന്ന് നമുക്ക് അറിയാമോ? റിസർവ് ബാങ്കിന് വരുമാനം ലഭിക്കുന്നത്, റിസർവ് ബാങ്ക് കേന്ദ്ര സർക്കാരിന് പണം നൽകുന്നുണ്ട്. അത് ഗവൺമെന്റ് ബോൺസ് ആയിട്ട് പുറത്തിറങ്ങുന്നുണ്ട്. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് എന്നൊരു വരുമാനം റിസർവ് ബാങ്കിന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തെ ബാങ്കുകൾ റിസർവ് ബാങ്കിൽ നിന്ന് വായ്പ സ്വീകരിക്കുന്നതിന് പലിശ നൽകാറുണ്ട്. അത് റിസർവ് ബാങ്കിന്റെ ഒരു വരുമാനമാണ്. അതുപോലെ തന്നെ വിദേശ കറൻസിയുടെ വിൽപ്പനയിലും ട്രേഡിങ്ങിലും ഒക്കെ റിസർവ് ബാങ്ക് ഇടപെടാറുണ്ട്. അതിൽ നിന്നും ഒരു വരുമാനം റിസർവ് ബാങ്കിന് ലഭിക്കാറുണ്ട്. ഇത്തരത്തിൽ ലഭിക്കുന്ന വരുമാനം, ആകെ വരുമാനത്തിൽ നിന്നും ചെലവുകൾക്കും സെക്യൂരിറ്റി റിസർവിനുമുള്ള പണം മാറ്റി വെച്ചിട്ടാണ് സർപ്ലസ് ഫണ്ട് ഇനത്തിൽ കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് എല്ലാ വർഷവും ഒരു നിശ്ചിത തുക നൽകുന്നത്. ഇത് ഓരോ വർഷവും വ്യത്യാസപ്പെട്ടിരിക്കും. റിസർവ് ബാങ്ക് നൽകുന്ന ഈ സർപ്ലസ് ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്ത് കേന്ദ്ര സർക്കാർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് അറിയാമോ? പ്രധാനമായിട്ടും വിപണിയിൽ ഇടപെടുകയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ധനക്കമ്മി നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിന്റെ വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് വന്നാൽ സ്വാഭാവികമായിട്ടും ധനക്കമ്മി ഉണ്ടാകും. ഈ ഒരു ഡിഫറൻസ്, വരുമാനവും ചെലവും തമ്മിലുള്ള ഡിഫറൻസ് നിയന്ത്രിക്കാനാണ് പ്രധാനമായിട്ടും ഈ സർപ്ലസ് ഫണ്ട് ഉപയോഗിക്കുന്നത്. പിന്നീട് രാജ്യത്തെ വെൽഫെയർ സ്കീംസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി, അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. രാജ്യത്തെ തുറമുഖങ്ങൾ, അതുപോലെ തന്നെ റെയിൽവേ പാളങ്ങൾ, റോഡുകൾ എന്നിവയുടെയൊക്കെ വികസനത്തിന് പ്രധാനമായിട്ടും സർപ്ലസ് ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെൽഫെയർ സ്കീംസ്, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി പോലെ, അതുപോലെ തന്നെ ആരോഗ്യ പദ്ധതികൾ, ആയുഷ്മാൻ ഭാരത് പോലുള്ള ആരോഗ്യ പദ്ധതികൾക്ക് വേണ്ടി, പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിക്ക് വേണ്ടി, ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടി, ഇത്തരത്തിലുള്ള വെൽഫെയർ സ്കീംസിന് വേണ്ടിയും റിസർവ് ബാങ്കിന്റെ സർപ്ലസ് ഫണ്ട് ഉപയോഗിക്കാറുണ്ട്. സർപ്ലസ് ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്ത് ഇത്തരത്തിലുള്ള ഇടപെടലുകളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. പിന്നീട് ഭാവിയിലുണ്ടാവാൻ ഇടയുള്ള സാമ്പത്തിക പ്രതിസന്ധി സമയത്തും അടിയന്തര സാഹചര്യങ്ങളിലും എല്ലാം തന്നെ റിസർവ് ബാങ്കിന്റെ സർപ്ലസ് ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാന ആശ്രയമാണ്. ഇതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്.